നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാനുവരി 20-നാണ് പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. അതിനു മുൻപ് തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിൽ ഏകദേശം ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഗാസ വെടിനിർത്തൽ കരട് രേഖ ഹമാസ് അംഗീകരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. 15 മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്ത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് കരട് രേഖയായത്. 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടം മധ്യസ്ഥതയ്ക്ക് ഇറങ്ങിയത്. ചർച്ച അവസാന ഘട്ടത്തിലാണെന്നും ഇതുവരെയുള്ള കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മജീദ് അൽ അൻസാരിയും പറഞ്ഞു. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും വിശദാംശങ്ങളിൽ അന്തിമ തീരുമാനമാകേണ്ടതുണ്ടെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിനിടെ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 4 കുട്ടികളടക്കം 61 പലസ്തീനികർ കൊല്ലപ്പെട്ടു. കരാറിന് 3 ഘട്ടമാണുള്ളത്. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ചട്ടക്കൂടിനുള്ളിൽ UN രക്ഷാസമിതി അംഗീകരിച്ച് വെടിനിർത്തൽ കരാർ 3 ഘട്ടമായാണ് നടപ്പിലാക്കുക. 42 ദിവസമായുള്ള 1-ാം ഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. പകരം ഇസ്രായേൽ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെയും മോചിപ്പിക്കും. ആദ്യഘട്ടം 16 ദിവസമാകുമ്പോൾ 2-ാം ഘട്ട ചർച്ച ആരംഭിക്കും. 2-ാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്നും പകരമായി പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നും കരട് രേഖ ശുപാർശ ചെയ്യുന്നു. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യാതെ മറ്റു ബന്ദികളെ വിടില്ലെന്നാണ് ഹമാസ് നിലപാട്. ഹമാസിനെ ഇല്ലാതാക്കാതെ സൈന്യം പിന്മാറില്ലെന്നാണ് നെതന്യാഹു സർക്കാർ നയം. 3-ാം ഘട്ടത്തിൽ ഗാസയിൽ മരിച്ച ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറും. ഈ ഘട്ടത്തിൽ രാജ്യാന്തര സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ 3 മുതൽ 5 വർഷത്തെ ഗാസ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കും. വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്നും ജോ ബൈഡൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. 3 ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ മേയിൽ താൻ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ചുവട് പിടിച്ചുള്ളതാണ് പുതിയ കരാറെന്നും ബൈഡൻ അറിയിച്ചു. ബൈഡന്റെ കരാറിനെ UN രക്ഷാസമിതിയും പിന്തുണച്ചിരുന്നു. ഇസ്രായേൽ ഹമാസും കരാർ അംഗീകരിക്കുന്നതിന് തൊട്ടടുത്തെത്തിയെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരിയും പറഞ്ഞിരുന്നു. യുദ്ധം തുടങ്ങിയത് മുതൽ USഉം ഈജിപ്തുമായി ചേർന്ന് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഇസ്രായേലും ഹമാസും കടുപിടുത്തം തുടരുകയും ചർച്ചകളെല്ലാം പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് 2024 നവംബറിൽ അവർ താൽക്കാലികമായി പിന്മാറിയിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. 2023 നവംബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ അതിൽ 80 പേരെ മോചിപ്പിച്ചിരുന്നു. ബാക്കിയുള്ളവരെ വിട്ടുകിട്ടാനുണ്ട്. ഇവരിൽ 34 പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിൽ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മൊസാദിന്റെ തലവനടക്കം ദോഹയിൽ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ശുഭകരമായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഏതായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ജനുവരി 20-ന് മുൻപ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് വരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.